പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ചാപ്റ്റർ റേഷ്യോ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടോപ്പിക്ക് റേഷ്യോ, എല്ലാ കേസിലെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ A:B ആർ ദി റേഷ്യോസ്, AX ആൻഡ് BX ആർ ദി ടു ക്വാണ്ടിറ്റീസ്. വെരിഫിക്കേഷൻ, ക്ലാരിഫിക്കേഷൻ ഒക്കെ ക്ലിയർ ചെയ്തു. ദെൻ സെക്കൻഡ് സൈഡിങ് എഴുതുക, ചേഞ്ചിങ് റിലേഷൻസ്. ചേഞ്ചിങ് റിലേഷൻ, അത് ഒരു റേഷ്യോയിൽ നിന്ന് വേറൊരു റേഷ്യോയിലേക്ക് ചേഞ്ച് ചെയ്യുക, ചേഞ്ചിങ് റിലേഷൻ. വേറെ കേസസ് ഒന്നും അതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ചേഞ്ചിങ് റിലേഷനാണ്. ദെൻ ദി റേഷ്യോ ഓഫ് ദി പ്രോബ്ലം തന്നെയാണ്, ദി റേഷ്യോ ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ, ദി റേഷ്യോ ഓഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ is 4:3, 4:3, full stop. It is enlarged by increasing the length by 5 centimeter, increasing the length by 5 centimeter, and now the length and breadth are in the ratio, now the length and breadth are in the ratio 7:4. ലെങ്ത് ഇൻക്രീസ് ചെയ്തു, ഇപ്പോഴത്തെ റേഷ്യോ 7:4. നൗ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻ ദി റേഷ്യോ 7:4. വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ? വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ? അപ്പോൾ കണ്ടില്ലേ, ചേഞ്ചിങ് റേഷ്യോസ് കണ്ടില്ലേ. ദെൻ ഫസ്റ്റ് കേസ് നോക്കുക, ഫസ്റ്റ് ഒറിജിനൽ റെക്റ്റാങ്കിൾ, ദെൻ ഡ്യൂപ്ലിക്കേറ്റ് റെക്റ്റാങ്കിൾ അല്ലേ, സെക്കൻഡ് റെക്റ്റാങ്കിൾ എന്ന് പറയാം, original rectangle. The length of the ratio of the length and breadth are in the ratio 4:3. Let us consider length 4x original, then breadth 3x original. Original rectangle length 4x, breadth 3x. Then increasing the length by 5 centimeter. Then 4x plus 5. Original length 4x. ഒറിജിനൽ റെക്റ്റാങ്കിൾ, ദെൻ ഇൻക്രീസ് ചെയ്തു 5 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ 4x + 5. ആൻഡ് എന്താ പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? ബ്രെഡ്ത്ത് നോ ചേഞ്ച് ആണ്, ബ്രെഡ്ത്തിൻ്റെ ഒരു കേസും പറയുന്നില്ല, 3x തന്നെ. ദെൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫിഗർ റഫായിട്ട് വരയ്ക്കാം. ലെറ്റ് കൺസിഡർ ലെങ്ത് ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ 4x, ബ്രെഡ്ത്ത് ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ 3x. ദെൻ 5 സെൻറ്റിമീറ്റർ മോർ length of the second rectangle 4x plus 5, breadth equal to 3x plus 5. The new ratio becomes 7:4 അല്ലേ, ന്യൂ റേഷ്യോ 7:4 ആണ്. Then length is to breadth equal to 7:4, ന്യൂ റേഷ്യോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലെങ്ത്ത് 4x plus 5 അല്ലേ മക്കളെ, 4x plus 5 is to breadth 3x, that is equal to 7:4. നമുക്കറിയാം A:B = C:D റേഷ്യോ ആണെങ്കിൽ, A:B ആൻഡ് C:D റേഷ്യോസ് ആർ ഈക്വൽ ആണെങ്കിൽ A/B = C/D, A × D, AD = BC. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് അടിയിൽ വേണമെങ്കിൽ എഴുതി വെച്ചേക്കുക. A:B = C:D, therefore A/B = C/D fraction form. Then cross multiplication we get AD = BC, AD = BC. Then 4x plus 5 by 3x = 7/4. Ratio converted into fraction form. 4x plus 5 is to 3x, that is 4x plus 5 divided by 3x is equal to 7/4. Cross multiplication. 4 into 4x plus 5 equal to 7 into 3x. 4 into 4x plus 5, that is equal to 7 into 3x. Bracket cancellation. 4 4s are 16x, 4 5s are 20, 7 3s are 21x. Then 16x transpose right side. എവിടെയാണോ ലാർജർ ക്വാണ്ടിറ്റിയുള്ള അവിടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. 20 = 21x minus 16x, 20 = 5x, x = 20/5, 4, x = 4. Then original side അല്ലേ കാണാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ, വാട്ട് ആർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഒറിജിനൽ റെക്റ്റാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ.
The length equal to 4 into 4 16 centimeter, breadth equal to 3 into 4 12 centimeter, breadth equal to 12, length equal to 16 centimeter. Original length equal to 16, then breadth equal to 12 centimeter. അപ്പോൾ ചേഞ്ചിങ് റിലേഷൻ ആണ്. ഫസ്റ്റ് റേഷ്യോ ദെൻ ചേഞ്ച് ടു അനദർ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതെ, വളരെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 4x 3x, ദെൻ ലെങ്ത് ഇൻക്രീസ് ബൈ 5 centimeter, 4x plus 5 and 3x, breadth no change. Then new ratio becomes 7:4. 4x plus 5 is to 3x equal to makale 7:4. Then fraction form converted in ratio form to convert fractional form. A is to b is equal to c is to d. A by b equal to c by d. A by b equal to c by d. A by b equal to c by d. A into d equal to b into c. A into d, AD equal b into c, BC. A into d, AD equal b into c, BC. A into d, AD equal b into c, BC. Then അതേ കേസിലാണ് 4x plus 5 by 3x equal to 7 by 4. Cross multiplication, bracket cancellation, 16x plus 20 is equal to 21x. Rearrange, we get x equal to 4. The length of the original rectangle 4 into 4 16, breadth equal to 3 into 4 12. അപ്പോൾ എന്താണ് ചേഞ്ചിങ് റേഷ്യോസ് അല്ലെങ്കിൽ ചേഞ്ചിങ് റിലേഷൻ എന്ന കേസ് മനസ്സിലായല്ലോ. ഒരു റേഷ്യോ ടു വേറൊരു റേഷ്യോയിലേക്ക് ചേഞ്ച് ആവുക, അതാണ് ചേഞ്ചിങ് റിലേഷൻ. വേറെ വലിയ സംഭവമൊന്നുമല്ല. സെക്കൻഡ് പ്രോബ്ലം എഴുതുക. ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് in the ratio 4:3. Acid and water are mixed in the ratio 4:3 to make a liquid. Full stop. On adding 10 more liters of acid, the ratio changed to 3:1. How many liters of acid and water does the liquid contain now? How many liters of acid and water does the liquid contain now? അപ്പോൾ ശ്രദ്ധിക്കുക, ആസിഡ് ആൻഡ് വാട്ടർ ആർ ഇൻ ദി റേഷ്യോ 4:3. ആസിഡ് ഈസ് ടു വാട്ടർ ഈക്വൽ ടു 4:3. ഫസ്റ്റ് കേസിൽ ആസിഡ് ഈസ് ടു വാട്ടർ 4:3. Then acid, quantity of acid equal to 4x, then water equal to 3x. അല്ലേ? സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? 10 more liters of acid. ഇതിലേക്ക് 10 more liter ആസിഡ് ആഡ് ചെയ്തു. 10 more liters of acid add is equal to 4x plus 10. വാട്ടർ നോ ചേഞ്ച് തന്നെയാണ്. വാട്ടർ 3x. Then 4x plus 10 is to 3x equal to ന്യൂ റേഷ്യോ എത്രയാ? 3:1. അപ്പോൾ ശ്രദ്ധിക്കുക, ആസിഡ് ഈസ് ടു വാട്ടർ 4:3, ആസിഡ് ഈക്വൽ ടു 4x, വാട്ടർ ഈക്വൽ ടു 3x. 10 more liters of acid add, we get 4x plus 10, then water equal to 3x. Ratio become 3:1. 4x plus 10 is to 3x, that's equal to 3:1. The ratio converted into fraction. 4x plus 10 by 3x equal to 3/1. Cross multiplication. 3 3s are 9x equal to 1 into 4x plus 10. 4x plus 10. Then 4x transpose left side. 9x minus 4x 10. 5x equal to 10. X equal to 10 by 5 2. X equal to 10 by 5 2. Then first case acid എത്ര? 4 into 2 8 liter, 3 into 2 6 liter water. Then second case എന്തായി മാറി? 10 ഇൻക്രീസ് ചെയ്തില്ലേ? 4x plus 10, 4 into 2 plus 10, 8 plus 10, 18 liters of water. 18 liters of acid. And water 3 into 2 6 liter തന്നെ. 3 into 2 6 liter. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്?
ലിക്വിഡ് കണ്ടെയ്ൻ നൗ ഇപ്പോഴത്തെ കേസിൽ എത്രയാണെന്നല്ല ചോദ്യം. അപ്പോൾ പ്രസൻറ്റ് മിക്സ്ചറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് 4x+10 4 × 2+10 8+10 18 ലിറ്റേഴ്സ് ആസിഡ് ആൻഡ് 6 ലിറ്റേഴ്സ് വാട്ടർ. ഓക്കെ, വോളിയം ഓഫ് ആസിഡ് ഇൻ ദി പ്രസൻറ്റ് മിക്സ്ചർ 18 ലിറ്റേഴ്സ്. വോളിയം ഓഫ് ആസിഡ് ഇൻ ദി പ്രസൻറ്റ് മിക്സ്ചർ, നമ്മളിപ്പോഴുള്ള മിക്സ്ചറിൽ വോളിയം ഓഫ് ആസിഡ് 18 ലിറ്റേഴ്സ് ആൻഡ് വാട്ടർ 6 ലിറ്റർ. ഓക്കെ, അപ്പോൾ 4x 3x then add 10 4x + 10 is to 3x, that is 3:1 fraction form, cross multiplication x equal to 2, then we get 4x + 10 4 × 2+10 8 + 10 18 liter acid and 6 liter water. വളരെ സിമ്പിളാണിത്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. റേഷ്യോ ചേഞ്ച് ആവുന്നു. റേഷ്യോ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റീസും ചേഞ്ച് ആവും. റേഷ്യോ ചേഞ്ച് ആവുമ്പോൾ ക്വാണ്ടിറ്റീസും ചേഞ്ച് ആവുന്നു. അത്രേ അതിൻ്റെ കേസുള്ളൂ. തേർഡ് പ്രോബ്ലം 2 angles are in the ratio 1:2. On increasing the smaller angle by 6 degree, and decreasing the larger angle by 6 degree, okay, larger angle by 6 degree, then ratio change to 2:3. ratio change ആവുന്നു, 2:3 ആയിട്ട് ചേഞ്ച് ആവുന്നു. What were the original angle? അപ്പോൾ മക്കളോട് ശ്രദ്ധിക്കൂ. 2 angles are in the ratio 1:2 അല്ലേ? 2 angles are in the ratio 1:2. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം 1:2. Then smaller angle 1x, smaller equal to 1x, larger equal to 2x. ഈ കണ്ടീഷൻ ഒന്നുകൂടി വായിച്ചു. എന്താ കണ്ടീഷൻ പറയുന്നത്? സ്മോളർ ആംഗിൾ, ഇൻക്രീസിങ് സ്മോളർ ആംഗിൾ 6, ഡിക്രീസിങ് ലാർജർ ആംഗിൾ 6. ഇൻക്രീസ് ചെയ്തു. സ്മോളർ ആംഗിൾ ഇൻക്രീസ് ഈക്വൽ ടു x + 6, ലാർജർ ആംഗിൾ ഡിക്രീസ് ഈക്വൽ ടു 2x - 6. then the ratio become എന്തായിട്ട് മാറുന്നു? റേഷ്യോ 2:3 ആയിട്ട് മാറുന്നു. ന്യൂ റേഷ്യോ 2:3. then smaller is to larger, സെക്കൻഡ് കേസിൽ അല്ലേ? x + 6 is to 2x - 6 equal to ന്യൂ റേഷ്യോ 2:3. ശ്രദ്ധിക്കുക. then smaller angle and larger angle are in the ratio 1:2. let us consider smaller angle 1x and larger angle 2x. smaller angle increase 6, that is equal to x + 6. larger angle decrease x 6, that is 2x - 6. then new ratio become 2:3. x + 6 is to 2x - 6 is equal to 2:3. x + 6 by 2x - 6 equal to 2/3. cross multiplication 3 into x + 6 equal to 2 into 2x - 6. 3 into x 3x, 3 6 are 18, 2 into 2x 4x, 2 6 are -12. 4x convert to left, 3x - 4x, -12 + 18 convert to right, -18. -x equal to -30, negative cancel, x equal to 30. smaller angle 30 degree, larger angle 2 into 30 60 degree. smaller angle 30 degree, larger angle 60 degree. ഇനി ഒന്ന് ഡിക്രീസും ഇൻക്രീസും ചെയ്ത റേഷ്യോ കിട്ടുന്നുണ്ടോ നോക്കുക. 2:3. സ്മോളർ ഇൻക്രീസ് അല്ലേ? 30 + x 36 ആയേ. ലാർജർ ഡിക്രീസ് അല്ലേ? 60 - 6 54 ആയേ. കട്ട് എത്ര കൊണ്ട് കട്ട് ചെയ്യുക? 9 4s are 36, 9 6 are 54. again 2:3. ശരിയാണല്ലോ?
2:3. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനും കറക്റ്റ് അതിൻ്റെ സൊല്യൂഷൻ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ലെറ്റ് കൺസിഡർ സ്മോളർ ആംഗിൾ 1x ലാർജർ ആംഗിൾ 2x, സ്മോളർ ആംഗിൾ 1x ലാർജർ ആംഗിൾ 2x, സ്മോളർ ആംഗിൾ ഈ ഇൻക്രീസ് x+6 ആയി 6 ഡിഗ്രി ഇൻക്രീസ് ചെയ്തു x+6, ലാർജർ ആംഗിൾ ഡിക്രീസ് 2x - 6, ന്യൂ റേഷ്യോ 2:3, then smaller is to larger equal to 2:3, x+6/2x - 6, that's equal to 2/3, cross multiplication, rearrange, and we get x equal to 30, smaller angle equal to 30, larger angle 2 × 30 60. ഇതിൽ വേറെ കേസസ് ഒന്നുമില്ല. കാൽക്കുലേഷൻ സിമ്പിൾ ഇക്വേഷനിൽ പഠിച്ച കാൽക്കുലേഷൻ ഒന്ന് ചെയ്യണമെന്നുള്ളൂ മക്കളെ. വേറെ പ്രയാസങ്ങളൊന്നും ഇതിൽ വരില്ല. റേഷ്യോ കറക്റ്റ് അവർ പറഞ്ഞിരിക്കും. വേറൊരു പ്രോബ്ലം അതില്ല കേട്ടോ. അപ്പോൾ 3 പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. 3 പ്രോബ്ലം ഒരു പ്രോബ്ലം ഇല്ല അല്ലേ? അങ്ങനെയല്ലേ പറയാം? 3 പ്രോബ്ലം നോ പ്രോബ്ലം. നെക്സ്റ്റ്, ദി ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ. ദി ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ, ഫോർത്ത് പ്രോബ്ലം ആണ്. ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ 2:3. In another rectangle whose breadth is 1 centimeter and length is 3 centimeter less than those of the first. This ratio is 3:4. This ratio is 3:4. Calculate the breadth and length of the both rectangles. രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, the breadth and length of a rectangle are in the ratio 2:3. In another rectangle whose breadth is 1 centimeter less and length is 3 centimeter less than those of the first, this ratio is 3:4. Calculate the breadth and length of both rectangles. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 റെക്റ്റാങ്കിൾസ് വരയ്ക്കുക. ഫസ്റ്റ് റെക്റ്റാങ്കിൾ ആൻഡ് സെക്കൻഡ് റെക്റ്റാങ്കിൾ ലെസ് ദാൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ ചെറുത് മതി. ദെൻ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻ ദി റേഷ്യോ 2:3 ആണ്. ബ്രെഡ്ത്ത് 2x, ലെങ്ത്ത് 3x. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് ക്വാണ്ടിറ്റി ഫസ്റ്റ്, സെക്കൻഡ് ഈസ് സെക്കൻഡ്, തേർഡ് ഈസ് ദി തേർഡ്. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദി റേഷ്യോ 2:3. ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത്ത് 2:3. ബ്രെഡ്ത്ത് ഈക്വൽ ടു 2x, ലെങ്ത്ത് ഈക്വൽ ടു 3x. സെക്കൻഡ് കേസിൽ ഇൻ അനദർ റെക്റ്റാങ്കിൾ ബ്രെഡ്ത്ത് ഈസ് 1 centimeter ലെസ് ദാൻ, അപ്പോൾ 2x - 1, ആൻഡ് ലെങ്ത്ത് ഈസ് 3 centimeter ലെസ് ദാൻ 3x - 3. Then ratio become 3:4. അപ്പോൾ ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത്ത് ഓഫ് ദി ഫസ്റ്റ് റെക്റ്റാങ്കിൾ 2:3. ലെറ്റ് കൺസിഡർ ബ്രെഡ്ത്ത് 2x, ലെങ്ത്ത് 3x. ദെൻ സെക്കൻഡ് കേസ് breadth decrease 1 centimeter, length decrease 3 centimeter, the ratio become 3:4. Then breadth 2x minus 1 is to 3x minus 3 is equal to 3:4. First breadth ആണ്, അതുകൊണ്ട് breadth പറയണം. 2x minus 1 by 3x minus 3 equal to 3/4 converted into fraction form. A is to B equal C is to D is equal to A by B is to C by D. പഠിച്ചതാണ്. Then 2x minus 1 by 3x minus 3 is equal to 3/4. Cross multiplication. 4 into 2x minus 1 is equal to 3 into 3x minus 3. Bracket cancellation. 4 2s are 8x. 4 minus 4. 3 3s are 9x. 3 3s are minus 9. 9x convert to left, minus 9x, minus 9 plus 4, that is minus x equal to minus 5, x equal to 5, x equal to 5. Then first length 3 into 5 15 centimeter, 2 into 5 10 centimeter.
The length of the first rectangle 15 centimeter, breadth of the first rectangle 10 centimeter. അങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക. സെക്കൻഡിലോ 3 into 5 minus 3, 15 minus 3, 12. Length of the second rectangle 12, breadth 2 into 5 minus 1, 10 minus 1, 9. Breadth equal to 9. Length equal to 12. Breadth equal to 9. Length equal to 12. Breadth equal to 9. Okay. അപ്പോൾ രണ്ട് കേസും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. 9, 12, 10, 15. ഫസ്റ്റ് കേസിൽ ബ്രെഡ്ത്ത് 10, ലെങ്ത്ത് 15. സെക്കൻഡ് കേസിൽ ബ്രെഡ്ത്ത് 9, ലെങ്ത്ത് 12. കറക്റ്റ് ആണല്ലോ? കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കേസ് 1, കേസ് 2 രണ്ട് കേസിലേക്കാണ്. ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ, ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വേർഡ്സിൽ എഴുതി വെക്കുക. എന്നിട്ട് റേഷ്യോ ചേഞ്ച് ചെയ്തത് നോക്കുക, മനസ്സിലാക്കുക. അപ്പോൾ 4 പ്രോബ്ലം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസാണ് അല്ലേ? അടുത്തൊരു 5th പ്രോബ്ലം. ദി റേഷ്യോ ബിറ്റ്വീൻ two quantities is 2:5. The ratio between two quantities 2:5. Question A, sub question. What is the ratio if the small quantity alone is doubled? Small quantity മാത്രം double ആവുക. What is the ratio if the small quantity alone is doubled? Second sub question. What is the ratio if the large quantity alone is doubled? Second sub question. What is the ratio if the large quantity alone is doubled? Double ആവുക. അപ്പോൾ 2 quantities are in the ratio 2:5. സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. 2 quantities are in the ratio 2:5. Then smaller quantity അല്ലേ പറഞ്ഞിരിക്കുന്നത്? smaller quantity is equal to 2x, larger quantity is equal to 5x. Then smaller quantity is to larger quantity ആണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ സെക്കൻഡ് കേസിൽ എഴുതുക. എന്താ പറയുന്നത്? സ്മോൾ ക്വാണ്ടിറ്റി എലോൺ ഈസ് ഡബിൾഡ്. 2x ഡബിൾ ആയി, 4x, 2x into 2 that is equal to 4x. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എഴുതാം? സ്മോൾ ക്വാണ്ടിറ്റി ഈസ് ഡബിൾഡ് that is equal to 2x into 2, 4x. Then large quantity equal to 5x. 4x is to 5x. X cut 4 is to 5. First sub question, new ratio 4:5. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. സ്മോളർ ക്വാണ്ടിറ്റി ഈസ് ടു ലാർജർ ക്വാണ്ടിറ്റി 2:5. ദെൻ സ്മോളർ ഈക്വൽ ടു 2x, ലാർജർ ഈക്വൽ ടു 5x. ക്ലിയർ ആയല്ലോ മക്കളെ? ദെൻ 2x സ്മോളർ ക്വാണ്ടിറ്റി ഡബിൾഡ്. 2x into 2, 4x. Larger quantity is equal to 5x. Then 4x is to 5x. Smaller is to larger. X cut 4:5. Second പറയുന്നത് larger quantity doubled. Then smaller quantity, അതിന് ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ smaller quantity 2x, larger quantity 5x, larger quantity doubled that is equal to 5x into double, 5x into 2, 10x. Then smaller quantity 2x, then ratio equal to smaller 2x, larger 10x. Cut x, cut 1:5. Smaller is to larger 1:5. ലാർജർ ഡബിൾ ആയപ്പോൾ 1:5, സ്മോളർ ഡബിൾ ആയപ്പോൾ 4:5. ക്ലിയർ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വേറൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. സ്മോളർ ലാർജർ, സ്മോളർ 2x, ലാർജർ 5x. അപ്പോൾ സ്മോളർ ഡബിൾ റേഷ്യോ ബിക്കം 4:5, ലാർജർ ഡബിൾ റേഷ്യോ ബിക്കം 1:5. അപ്പോൾ അതിവിടെ വളരെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസസ് ആണത് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 2:10, 1:5. ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? റെഡി. അപ്പോൾ 5 പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 2 quantities are in the ratio
two quantities are in the ratio. Two quantities are in the ratio 3:4. 3:4. Sub-question A. If the smaller alone is made 4 times the original, 4 times the original, and what would be the ratio be? And what would the ratio be? And what would the ratio be? Second sub-question. If the smaller is double and the larger is halved, and the smaller is doubled and the larger is halved, what would the ratio be? What would the ratio be? Two quantities are in the ratio 3:5. If the smaller alone is made 4 times the original, what would the ratio be? Second question. If the smaller is doubled and the larger is halved, what would the ratio be? But now two quantities are in the ratio 3:5. Then smaller quantity equal to 3x, larger quantity is equal to 5x. Okay. എന്താ പറയുന്നത്? 4 times the smaller. 4 times the smaller equal to 3x into 4, 12x. Okay. Then half the എന്താ പറയുക? ഫസ്റ്റ് എന്താണ്? പിന്നെ റേഷ്യോ ചോദിച്ചത് അല്ലേ? റേഷ്യോ ഫസ്റ്റ് കേസിൽ 4 times the smaller, then larger no change, ഒരു ചേഞ്ചും ഇല്ല. 12x ratio equal to smaller is to larger, 12x is to 5x, x cut 12 is to 5. Then first sub question 12 is to 5. Second one, അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നു സ്മോളർ കേസ്. എന്താ സ്മോളർ കേസ് മാറുന്നത്? സ്മോളർ കേസ് ഡബിൾ ആൻഡ് ലാർജർ ഈസ് ഹാഫ്ഡ്. Then double of the smaller double, smaller quantity double, that's equal to 3x into 2, 6x. Larger halved, larger quantity halved equal to 5x by 2. അപ്പോൾ റേഷ്യോ ആക്കണ്ടേ? സ്മോളർ 6x is to 5x by 2. ഫ്രാക്ഷൻ വരുമ്പോൾ എന്താ ചെയ്യുക? ടേക്കിംഗ് LCM കാൽക്കുലേറ്റ് ചെയ്യുക. LCM of denominator and multiplying the LCM by each term. 6 ഇതിൻ്റെ LCM എന്താണ്? 6x by 1 ആണ്. 1 into 2, 2. LCM equal to 2. 6x into 2 is to 5x by 2 into 2. 2, 2 cut. 12x is to 5x. That is 12 is to 5. First sub questionൻ്റെ ആൻസർ 12 is to 5. Second sub questionൻ്റെ ആൻസർ 12 is to 5. Both ratios are equal. ബോത്ത് റേഷ്യോസ് ഈക്വൽ. അപ്പോൾ കണ്ടീഷൻ നോക്കുക. ആ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ന്യൂ റേഷ്യോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടീഷൻ പറയുന്നത് ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ 4 ടൈംസ്, ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റി അതേപോലെ 12x ഈസ് ടു 5, ദെൻ ഫസ്റ്റ് ക്വാണ്ടിറ്റിയുടെ ഡബിള്, ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റിയുടെ ഹാഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് റേഷ്യോ എന്തായി? 12 ഈസ് ടു 5, 12 ഈസ് ടു 5. ഫ്രാക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ടേക്കിംഗ് LCM ഓഫ് ഡിനോമിനേറ്റർ and multiplying the LCM each ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് 7th ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതുക. The capacities of 2 bottles are in the ratio 3:4. The capacities of 2 bottles are in the ratio 3:4. The smaller bottle was filled twice. Smaller bottle was filled twice. And the larger bottle was filled and emptied into a vessel. അതായത് 2 smaller ബോട്ടിലും 1 larger ബോട്ടിലും വാട്ടർ ഒഴിച്ചപ്പോൾ ആ വെസൽ കാലിയായി. ഫുൾ സ്റ്റോപ്പ്. Twice the smaller and half the larger was emptied into another. വേറൊരു വെസലുണ്ട്, അതിൽ കാലിയാക്കിയത് എങ്ങനെയാണ്? ട്വൈസ് ദി സ്മോളർ, സ്മോളറിൻ്റെ ട്വൈസും ഹാഫ് ദി ലാർജർ, ലാർജറിൻ്റെ ഹാഫ് എടുത്തപ്പോഴേ മൂപ്പരും കാലിയായി. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ദി 2 വെസൽസ്? 2 വെസലിലെ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദി എബവ് പ്രോബ്ലം വാട്ട് ഇഫ് ദി കപ്പാസിറ്റീസ് ഓഫ് ദി ബോട്ടിൽസ് ആർ ഇൻ ദി റേഷ്യോ 4:7? മുകളിൽ പറഞ്ഞത് 3:4 ആണ്, അതിനെ ചേഞ്ച് ചെയ്ത് 4:7 ആക്കുമ്പോൾ എങ്ങനെയാണ് റേഷ്യോ?
കപ്പാസിറ്റി ഓഫ് വാട്ടർ ബോട്ടിലിൻ്റെ ബോട്ടിൽ റേഷ്യോ ചേഞ്ച് ചെയ്താൽ അതേപോലെ ആ കേസ് 4:7 ആകുമ്പോൾ എങ്ങനെ കിട്ടും വെസലിൻ്റെ റേഷ്യോസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, റേഷ്യോ ഓഫ് ദി വോളിയംസ് ഓഫ് ബോട്ടിൽസ് 3:4 ആണ് അല്ലേ, 3:4 ആണ്. അപ്പോൾ സ്മോളർ ബോട്ടിൽ 3x ആണ് അല്ലേ, കപ്പാസിറ്റി ഓഫ് ദി സ്മോളർ ബോട്ടിൽ 3x, കപ്പാസിറ്റി ഓഫ് ദി സ്മോളർ ബോട്ടിൽ 3x, ലാർജർ ബോട്ടിൽ 4x. ഓക്കെ, ദെൻ വെസൽ ഫസ്റ്റ്, ഇതിൽ നിറയെ വാട്ടർ ഉണ്ട്. ഈ വാട്ടർ നമ്മൾ എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് കേസ് പറയുന്നത്, ട്വൈസ് ഫിൽഡ് വിത്ത് ട്വൈസ്, സ്മോളർ ബോട്ടിൽ ട്വൈസ്, സ്മോളർ ബോട്ടിൽ ട്വൈസ് ഫിൽ ചെയ്തു, 3x × 2 ദാറ്റ് ഈസ് 6x. ലാർജർ ബോട്ടിൽ അതേപോലെ തന്നെ 4x ദാറ്റ്സ് ഈക്വൽ ടു 4x. അതായത് 4x × 1, ഒരു ലാർജർ ബോട്ടിൽ സെയിം തന്നെ 4x × 1. ദെൻ ടോട്ടൽ വോളിയം ഓഫ് ദി വെസൽ 10x. ടോട്ടൽ വോളിയം ഓഫ് ദി വെസൽ എത്രയാണ്, 10x. അതായത് ഫസ്റ്റ് വെസലിലെ വാട്ടർ എന്ത് ചെയ്തു, ചെറിയ ബോട്ടിൽ 3x × ട്വൈസ്, സ്മോളർ ബോട്ടിൽ × 2 ടൈംസ്, 2 ചെറിയ ബോട്ടിലേക്ക് നിറച്ചു. ദെൻ വലിയൊരു ബോട്ടിലിൽ നിറച്ചു. അപ്പോഴത്തേക്ക് അത് എം ടി ആയി, കാലിയായി, ആ വെസൽ തീർന്നു, വാട്ടർ തീർന്നു. അപ്പോൾ അതിൽ എത്ര വോളിയംസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ കപ്പാസിറ്റി ഓഫ് ബോട്ടിൽസ് വെച്ച് ചെയ്താൽ പോരെ. 2 സ്മോളർ 2 × 3x 6x, ദെൻ 1 ലാർജർ 1 × 4x 4x, 6x + 4x 10x അതിൻ്റെ കപ്പാസിറ്റി. ഇനി വെസൽ 2 വെസൽ 2 വെസൽ 2 വെസൽ 2 വെസൽ 2 വെസൽ 2ൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ, വെസൽ 2ൽ ട്വൈസ് ദി സ്മോളർ ആൻഡ് ഹാഫ് ദി ലാർജർ. ഓക്കെ, 3x × 2 6x, ലാർജറിൻ്റെ ഹാഫ് 4x/2 2x, കപ്പാസിറ്റി 8x. അനദർ ബോട്ടിൽ വാട്ടർ എം ടി ചെയ്തത് എങ്ങനെയാണ്, 3x × 2 ട്വൈസ്, അതായത് സ്മോളർ ബോട്ടിൽ എടുത്തിട്ട് 2 നിറച്ചു. ഹാഫ് മാത്രമേ ലാർജർ ബോട്ടിലിൻ്റെ ഹാഫേ പിന്നെ അതിലുള്ളൂ, ലാർജർ ബോട്ടിലിൻ്റെ ഹാഫേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയൊരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ നിറച്ചിട്ട് ചെറിയ 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 ബോട്ടിലേക്കാക്കി ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നല്ല പെപ്സി ഉണ്ട്, ദെൻ 100 മില്ലീസിൻ്റെ ഒരു 5 ബോട്ടിൽസ് ഉണ്ട്, ഒരു 500 മില്ലിൻ്റെ വലിയൊരു ലാർജർ ബോട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ബോട്ടിൽ ഇങ്ങനെ 500 1 100 200 300 400 500, അപ്പോൾ 5 സ്മോളർ ബോട്ടിൽ നിറഞ്ഞു. ഇനി എന്ത് ചെയ്തു, 32 വലിയൊരു ബോട്ടിലുണ്ട്, ആ ഫുൾ അങ്ങോട്ട് നിറയ്ക്കുമ്പോൾ 500, അപ്പോൾ 1 ലിറ്റർ അവിടെ എം ടി ആയി, ആ വെസൽ അല്ലെങ്കിൽ ആ ബോട്ടിൽ പെപ്സി തീർന്നു അല്ലേ. അതേപോലെയാണ് ഒരു വെസലിൽ വാട്ടർ ഉണ്ട്, അത് എം ടി ചെയ്യുന്നത് ട്വൈസ് സ്മോളർ ആൻഡ് ലാർജർ 1 ലാർജർ ദാറ്റ്സ് ഈക്വൽ ടു 10x, വോളിയം ഓഫ് ദി ഫസ്റ്റ് വെസൽ 10x. ദെൻ വോളിയം ഓഫ് ദി സെക്കൻഡ് വെസൽ ട്വൈസ് × സ്മോളർ 3x × 2, ദെൻ ഹാഫ് ഓഫ് ദി ലാർജർ, ലാർജറിൻ്റെ ഹാഫ് ദാറ്റ് ഈസ് 4x/2 2x 8x കിട്ടി. ദെൻ റേഷ്യോ 10x = 8x, കട്ടക്സ് കട്ടക്സ് കട്ടു 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 5:4. ഫസ്റ്റ് കേസിലെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 5:4. കറക്റ്റ് ആയല്ലോ മക്കളെ, ബോട്ടിൽസിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാം. സെക്കൻഡ് പറയുന്നത് സ്മോളർ ഈസ് ലാർജർ റേഷ്യോ ചേഞ്ച് ചെയ്യണം. ബാക്കിയൊക്കെ അതേ കണ്ടീഷൻ തന്നെ. റേഷ്യോ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് റേഷ്യോ 3:4 എന്നുള്ളത് 4:7 ആക്കി. 3:4 ചേഞ്ച് ചെയ്തു, 4:7. നേരത്തെ സ്റ്റെപ്സ് ചെയ്ത കപ്പാസിറ്റി ഓഫ് ദി സ്മോളർ ബോട്ടിൽ ഈക്വൽ ടു 4x, കപ്പാസിറ്റി ഓഫ് ദി ലാർജർ ബോട്ടിൽ ഈക്വൽ ടു 7x, ലാർജർ ബോട്ടിൽ ഈക്വൽ ടു 7x. ദെൻ ഫസ്റ്റ് വെസൽ എന്താണ്, ട്വൈസ് × സ്മോളർ 4x × 2 8x, ദെൻ 1 × 7x, ലാർജർ അതേപോലെ തന്നെ 7x, ദാറ്റ്സ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഓഫ് ദി ഫസ്റ്റ് വെസൽ 15x. ദെൻ സെക്കൻഡ് വെസൽ ട്വൈസ് × സ്മോളർ 2 × 4x 8x, ഹാഫ് ഓഫ് ദി ലാർജർ 7x/2, അത് അങ്ങനെ തന്നെ വെക്കണം, 7x/2 അല്ലേ, 7x/2. എന്താ 7x/2 പ്ലസ് 8x ആഡ് ചെയ്താൽ 8x + 7x/2, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 8 2s are 16x + 7x/2 ദാറ്റ് ഈസ് 23x/2. സെക്കൻഡ് ബോട്ടിലിൽ 23x/2 ആണുള്ളത്. അത് 2 സ്മോളർ ബോട്ടിലും ഹാഫ് ലാർജറിലും ആക്കുമ്പോൾ അത് ഫില്ല് ചെയ്തു. ഫസ്റ്റ് ബോട്ടിൽ 2 സ്മോളർ ബോട്ടിലും 1 ലാർജർ ബോട്ടിലായപ്പം അതും ഫില്ലായി, തീർന്നു.
ഇനി എന്താണ് റേഷ്യോസ് അല്ലേ? 15x:23x/2. 15x:23x/2. LCM of denominator 2. Multiplying 2 both the terms. 15x into 2 is to 23x/2 into 2. Cut 2. 15 into 2 എത്രയാ? 30x is to 23x. കട്ട് ചെയ്തു. 30 is to 23. ആൻസർ എത്രയാണ് വരുന്നത്? സെക്കൻഡ് 4:7 ആയപ്പോൾ റേഷ്യോ ചേഞ്ച് ചെയ്തു 30:23. അപ്പോൾ വോളിയം ഓഫ് ദി വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് ദി വെസൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ ഇൻഡയറക്റ്റ് ആയിട്ടൊരു കേസ് പറഞ്ഞതാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ 100 മില്ലീസിൻ്റെ 5 ബോട്ടിലും ഒരു 500 മില്ലീസിൻ്റെ ലാർജ് ബോട്ടിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതേ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്തു അല്ലേ? 3x സ്മോളർ ബോട്ടിൽ ക്വാണ്ടിറ്റി, 4x ലാർജർ ബോട്ടിൽ ക്വാണ്ടിറ്റി, 3x into 2y 4x into 1 that equal 10x. ടോട്ടൽ വോളിയം ഫസ്റ്റ് വെസൽ 10x. ദെൻ സെക്കൻഡ് എന്താണ്? 2 into 3x 3x into 2 ദാറ്റ് ഈസ് 6x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 2 ഹാഫ് എടുത്തു 2 ആണ്. അപ്പോൾ എന്ത് വന്നു? 8x. അതിനെ ഷോർട്ട് ചെയ്തപ്പോൾ 5:4 കിട്ടി. സെക്കൻഡ് കേസിൽ അത്ര ഇങ്ങോട്ട് പിടുത്തല്ല, അത്ര ഇങ്ങോട്ട് എന്ത് കിട്ടില്ല, ഫ്ലുവൻ്റ് കിട്ടില്ല, ഫ്രാക്ഷൻ വന്നതുകൊണ്ട്. അതിനെ നമ്മൾ എന്താക്കി? അതിനെ ഇതേ കേസിൽ തന്നെ ചെയ്തു. 4:7 ആണ്. 2 into 4x 8x, then 7x 15x, then half of the smaller എന്താണ്? 4xൻ്റെ അല്ല ഡബിൾ ഓഫ് ദി സ്മോളർ 8x, then സെക്കൻഡ് കേസ് എന്താ വരുന്നത്? ഹാഫ് ഓഫ് ദി ലാർജർ 7/2x. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്താൽ 23/x. അത് ശ്രദ്ധിക്കണേ. 8 into 2 16, 16 plus 7 23x/2, 23x/2. Then ratio 15x is to 23x/2. Then multiplying LCM both the terms. 15 into 2 30x is to 23x, 30 is to 23. അപ്പോൾ നമ്മൾ വേറെ പേടിക്കാനൊന്നുമില്ല. ചേഞ്ചിങ് റിലേഷൻസ് മാത്രമേ, സിമ്പിൾ ടോപ്പിക് തന്നെയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കേസ് തന്നെയാണ്. അത് ഡിസ്കഷൻ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ദെൻ ഇതെന്താണ്? നമ്മൾ 7 പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തു അല്ലേ? അത് വൃത്തിയായിട്ട് ചെയ്ത് നോട്ടിൽ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഡിസ്കഷനിൽ പങ്കെടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.